ഗസ സിറ്റിയിലേക്കുള്ള കരയാക്രമണം ഇസ്രായേലി സൈന്യം കടുപ്പിക്കുന്നതിനിടെ സയനിസ്റ്റ് ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഹമാസ്. ഫലസ്തീൻ സായുധ സംഘത്തിന്റെ പിടിയിലുള്ള 47 ബന്ദികളുടെ ചിത്രങ്ങളടങ്ങുന്ന പോസ്റ്റർ വിടവാങ്ങൽ ചിത്രമെന്ന കുറിപ്പോടുകൂടിയാണ് ഹമാസ് പങ്കുവച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ബന്ദികളും കൊല്ലപ്പെടുമെന്ന് ഹീബ്രു ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയാണ് പുതിയ നീക്കം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാം. സ്വാഗതം. ശനിയാഴ്ചയാണ് 47 ബന്ദികളുടെ ചിത്രങ്ങളടങ്ങുന്ന പോസ്റ്റർ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് പുറത്തുവിട്ടത്. എല്ലാവരുടെയും പേരുകൾക്ക് പകരം 1986-ൽ ലബനനിൽ കാണാതായ ഇസ്രായേലി വ്യോമസേന ക്യാപ്റ്റൻ റോൺ ആരാദിന്റെ പേരായിരുന്നു നൽകിയിരുന്നത്. വെടിനിർത്തൽ കരാറിനോടുള്ള നെതന്യാഹുവിന്റെ വിസമ്മതവും IDF മേധാവി ഇയാൽ സമീറിന്റെ ഗസൻ കരയാക്രമണവും മുൻനിർത്തിയുള്ള വിടവാങ്ങൽ ചിത്രം എന്നൊരു അടിക്കുറിപ്പുമുണ്ടായിരുന്നു. ഗസയിൽ ആക്രമണം കടുപ്പിക്കുന്നതിൽ ഇസ്രായേലിൽ ആഭ്യന്തരമായി തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അവയെല്ലാം അവഗണിച്ചാണ് IDFന്റെ നടപടി. കൂടാതെ വെടിനിർത്തൽ കരാറുകൾ അട്ടിമറിക്കുന്ന നെതന്യാഹുവിന്റെ നീക്കങ്ങളുമാണ് തലക്കെട്ടുകൊണ്ട് ഹമാസ് സൂചിപ്പിക്കുന്നത്. ഹമാസിന്റെ കസ്റ്റഡിയിൽ ജീവനോടെയുള്ളത് 20 ബന്ദികളാണെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം അതിലും കുറച്ചുപേർ മാത്രമേ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. ഗസയിൽ ആക്രമണം കടുപ്പിക്കുന്നത് നിലവിൽ ജീവനോടെയുള്ള എല്ലാ ബന്ദികളുടെയും ജീവൻ ആപത്താണെന്ന് പലതവണയായി ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലി ബോംബിംഗിൽ കൊല്ലപ്പെട്ട ബന്ദികളെ ഉദാഹരിച്ചായിരുന്നു ഈ മുന്നറിയിപ്പുകളെല്ലാം. ഗസയിലെ വീടുകൾ നിങ്ങളുടെ അടുപ്പക്കാരും ഉണ്ടാകാം എന്നായിരുന്നു കഴിഞ്ഞ തവണ അവർ അറിയിച്ചത്. തടവുകാരെ ഗസ നഗരത്തിന്റെ അയൽപ്പക്കങ്ങളിൽ താമസിപ്പിച്ചിട്ടുണ്ട്. നെതന്യാഹു അവരെ കൊല്ലാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. അൽ ഖസാം ബ്രിഗേഡ് പ്രസ്താവനയിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിലൂടെ നെതന്യാഹു സർക്കാരിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കൂടിയാണ് ഹമാസ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ തന്നെ ഗസയിൽ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിനെതിരെ ബന്ദികളുടെ കുടുംബങ്ങൾ പ്രതിഷേധത്തിലാണ്. അടുത്തിടെ നെതന്യാഹുവിന്റെ ജെറുസലേമിലെ വസതിക്ക് മുന്നിൽ ബന്ദികളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മ സമരം ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവർ മരണം കാത്തു കഴിയുമ്പോൾ വീട്ടിലിരിക്കാൻ കഴിയുന്നതെങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം. അതിലേക്കാണ് ബന്ദികളുടെ ജീവൻ അപകടത്തിലാണെന്നും രക്ഷിക്കണമെങ്കിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന സൂചനയുമായി ഹമാസ് എത്തുന്നത്. ഒക്ടോബർ 7-ലെ ആക്രമണത്തിൽ 250ഓളം ആളുകളെ ഹമാസ് പിടികൂടിയിരുന്നു. പിന്നീട് ചില ഉടമ്പടികളിലൂടെ 100-ലധികം പേരെ മോചിപ്പിച്ചു. 2024 ജനുവരി മുതൽ മാർച്ച് 18 വരെയുള്ള വെടിനിർത്തൽ കാലയളവിൽ മാത്രം 30 ബന്ദികളെയാണ് ഹമാസ് വിട്ടയച്ചത്. ബാക്കിയുള്ളവർ എവിടെയാണെന്നോ അവരെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്നോ ഒരു സൂചന പോലും ഇസ്രായേലിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7-ന് ശേഷം ഇതുവരെ ഗസയിൽ ഏകദേശം 65,208 പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് കണക്ക്. ഇതിൽ 12,000-ലധികം പേരും കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചതിന് ശേഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗസ നഗരത്തിൽ ഡസൻ കണക്കിന് ആളുകളായിരുന്നു കൊല്ലപ്പെട്ടത്. വീടുകളും മറ്റ് കെട്ടിടങ്ങളും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഛിന്നഭിന്നമാക്കുകയാണ്. 4 ലക്ഷത്തിലധികം മനുഷ്യരാണ് ഗസ നഗരത്തിൽ നിന്ന് മാത്രം ഇതുവരെ പലായനം ചെയ്തത്.